ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. കൊമേഴ്സ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കോസ്റ്റ് അക്കോർഡിംഗ് ടു ദർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ കോസ്റ്റിനെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്നതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ഈ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 categories ആസ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്. അതായത് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പേ ക്ലാസ്സിൽ ചെയ്തതാണ്. ഏതൊക്കെയായിരുന്നു? മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്. ഓക്കെ, സെക്കൻഡ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി. ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types ആസ് ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. First one, fixed cost. The cost which remain constant irrespective of changes in volume of output are known as fixed cost. For example, rent, rates, insurance, etc. Fixed costs are also known as period cost. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി, അതായത് വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി എന്താണ് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. ഒരു എക്സാമ്പിൾ എന്താണ്? റെൻറ്റ്. അതായത് നമ്മുടെ ഫാക്ടറി ബിൽഡിംഗ് റെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ വെച്ച് നമുക്ക് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ഒരു 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫാക്ടറിയുടെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്താണ് വോളിയം ഓഫ് ഔട്ട്പുട്ട് നമ്മൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി ബിൽഡിംഗ് റെൻറ്റ് ഒരു 5000 ആണെങ്കിൽ ആ 5000 കൊടുക്കേണ്ടി വരും. അതേപോലെ ഒരു 10,000 പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഫാക്ടറി റെൻറ്റ് 5000 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായി ചേഞ്ച് ചെയ്യാത്തതാണ് ഏത്? ഫിക്സഡ് കോസ്റ്റ്. Second one, variable cost. The cost which vary in total in direct proportion to the volume of output are known as variable cost. അതായത് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് കോസ്റ്റും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, പവർ, ഫ്യൂവൽ എക്സെട്ര. വേരിയബിൾ കോസ്റ്റ് ആർ അതർവൈസ് നോൺ ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിന് എന്ത് പറയുന്നുണ്ട്? പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് കോസ്റ്റും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? വേരിയബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് പ്രോഡക്റ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് റോ മെറ്റീരിയൽസ് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. ഇനി നമ്മൾ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലോ അവിടെ എന്താണ് കൂടുതൽ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ കോസ്റ്റും കൂടുതലാകുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് വൺ, സെമി വേരിയബിൾ കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ആർ കോൾഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ ചാർജസ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, റിപ്പയർ ചാർജസ് എക്സെട്ര. അതായത് പാർട്ട്ലി ഫിക്സഡ്, കുറച്ച് ഫിക്സഡും പിന്നെ അതിനുശേഷം എന്താണ് വേരിയബിൾ ആകുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അതായത് ഒന്നുകിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ഫിക്സഡ്, അതിനുശേഷം അതെന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് നോർമാലിറ്റി. ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, നോർമൽ കോസ്റ്റ്. Normal cost is defined as a cost which is normally incurred at a given level of output in which the condition in which that level of output is normally attained. This cost is a part of cost of production. അതായത് നോർമൽ കോസ്റ്റ് എന്നത് ഒരു ബിസിനസ്സിൽ സാധാരണ സംഭവിക്കുന്ന കോസ്റ്റാണ്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റാത്ത കോസ്റ്റാണ് നോർമൽ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ സാലറി ഓഫ് വർക്കേഴ്സിന് കൊടുക്കേണ്ട സാലറി, അതേപോലെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നിർബന്ധമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് നോർമൽ കോസ്റ്റ്. ഇനി സെക്കൻഡ് വൺ, അബ്നോർമൽ കോസ്റ്റ്. Abnormal cost is defined as a cost which is not normally incurred at a given level of output in the conditions in which that level of output is normally attained. Such a cost is not treated as cost of production. It is charged to costing profit and loss account. അതായത് ആ ഒരു സ്ഥാപനത്തിൽ
സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കോസ്റ്റ്, അതായത് സാധ്യതയില്ലാത്തതല്ല, നോർമലി സംഭവിക്കാത്ത കോസ്റ്റാണ് അബ്നോർമൽ കോസ്റ്റ്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് തെഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് മെഷീൻ ബ്രേക്ക് ഡൗൺ ആകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഉണ്ടാകുന്നത് കോസ്റ്റാണ് അബ്നോർമൽ കോസ്റ്റ്. അതെന്തല്ല, നോർമൽ കോസ്റ്റ് അല്ല. അപ്പോൾ ഇതെന്തല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമല്ല. പിന്നെ ഇത് എന്താ ചെയ്യുക, ഇറ്റ് ഈസ് ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റി. On the basis of controllability, cost is divided into controllable cost and uncontrollable cost. First one, controllable cost. Controllable cost is defined as a cost chargeable to a cost center, which can be influenced by the actions of a person in whom control of the center is vested. Practically, all variable costs are controllable cost. അതായത് കൺട്രോളബിൾ കോസ്റ്റ് എന്നത് ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള വ്യക്തിയുടെ അയാളുടെ ആക്ഷൻസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോസ്റ്റാണ് കൺട്രോളബിൾ കോസ്റ്റ്. അപ്പോൾ എല്ലാ വേരിയബിൾ കോസ്റ്റും എന്താണ്, കൺട്രോളബിൾ കോസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി അയാൾ ആ റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി അല്പം കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ എന്താണ്, അതിൻ്റെ കോസ്റ്റ് വ്യത്യാസപ്പെടാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്, കൺട്രോളബിൾ കോസ്റ്റ്. ഇനി സെക്കൻഡ് വൺ, അൺകൺട്രോളബിൾ കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് എൻ എൻ്റർപ്രൈസ് ആർ കോൾഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് റേറ്റ്സ്, ഇൻഷുറൻസ്, ടാക്സ് എക്സെട്ര. അതായത് ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള വ്യക്തിയുടെ ആക്ഷൻസ്, അയാളുടെ പ്രവർത്തന ഫലമായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ് അൺകൺട്രോളബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ എന്താണ്, റെൻറ്റ് റേറ്റ്സ്, ഇൻഷുറൻസ്, ടാക്സ്, ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതാണ് ടാക്സ് ഒക്കെ. അപ്പോൾ അത് ബിസിനസ്സിനുള്ളിലുള്ള ഒരാളുടെ ശ്രമഫലമായി, അയാളുടെ ആക്ഷൻസിൻ്റെ ഫലമായി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ളത് എന്താണ്, അൺകൺട്രോളബിൾ കോസ്റ്റാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻഷിപ്പ്. On the basis of relationship, costs are classified into direct cost and indirect cost. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഡയറക്റ്റ് കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ ആൻഡ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ ആർ കോൾഡ് ഡയറക്റ്റ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, എക്സൈസ് ഡ്യൂട്ടി, റോയൽറ്റി എക്സെട്ര. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. അതായത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ളതാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇതില്ലാതെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്താണ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസാണ് ഔട്ട്പുട്ടായി മാറുന്നത്. അപ്പോൾ അതെന്താണ്, പ്രൊഡക്ഷന് വേണ്ടി ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ്. ആ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടി എവിടെയാണ് അത് ഉപയോഗിച്ചത്, അതാണ് ഔട്ട്പുട്ടായി മാറുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇനി സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് കോസ്റ്റ്. These are general costs and are incurred for the benefit of a number of cost units, process or departments. Such costs cannot be conveniently identified with a particular cost unit or cost center. For example, rent, lighting, heating, insurance etc. അതായത് പ്രൊഡക്ഷന് വേണ്ടി നേരിട്ടല്ല, അപ്പോൾ നേരിട്ടല്ലാതെ വരുന്ന കോസ്റ്റാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റ് നമുക്ക് ഒരു പ്രത്യേക കോസ്റ്റ് യൂണിറ്റിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതായത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, റെൻറ്റ്, അതുപോലെ ലൈറ്റിംഗ്, ഹീറ്റിംഗ് എക്സെട്ര. അതായത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്തത്. അതായത് പിന്നെ എന്താണ്, ഡയറക്റ്റ് കോസ്റ്റിൽ റോ മെറ്റീരിയൽസ് കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എന്തായിരുന്നു, ആ കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റാണ്. പക്ഷെ അതേപോലെയല്ല ലൈറ്റിങ്, ഹീറ്റിങ്, ഇൻഷുറൻസ്, റെൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. സിക്സ്ത് വൺ, ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻസ്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻസ്, കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മാർജിനൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, സങ്ക് കോസ്റ്റ് എന്നിങ്ങനെ 8ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റ്. Marginal cost is the additional cost of producing one additional unit.
ഇറ്റ് ഈസ് ദ സെയിം തിങ് ആസ് വേരിയബിൾ കോസ്റ്റ്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ്, അതായത് നമ്മൾ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒരു അഡീഷണൽ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവശ്യമായി വരുന്നോ അതാണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അത് എന്ത് തന്നെയാണ്? വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. ഇനി സെക്കൻഡ് വൺ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Opportunity cost is the value of benefit sacrificed in favor of an alternative course of action. For example, if an owned building is proposed to be used for a project, the likely rent of the building is opportunity cost, which is to be taken into consideration while evaluating the profitability of the project. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നത് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർ അയാൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടേണ്ടതാണെങ്കിൽ ആ ബെനിഫിറ്റ് അയാൾ എന്ത് ചെയ്യുക? സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നതാണ്? മറ്റൊരു ബെനിഫിറ്റ് അയാൾക്ക്, അതായത് മറ്റൊരു രീതിയിൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അയാൾ ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു ഓണർ അയാളുടെ സ്വന്തം ബിൽഡിംഗ് അയാളുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് ആ ബിൽഡിംഗ് അയാൾ മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടുമായിരുന്നു? റെൻറ്റ് കിട്ടുമായിരുന്നു. ആ റെൻറ്റ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഇയാളുടെ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതും കൂടെ കൺസിഡർ ചെയ്യണം? ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡിഫറൻഷ്യൽ കോസ്റ്റ്. The change in cost due to change in the level of activity or method of production is known as differential cost. If the change result in increase in cost, it is known as incremental cost. But if it result in decrease in cost, it is called decremental cost. അതായത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റുന്നത് കൊണ്ട് കോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പോൾ അവിടെ കോസ്റ്റിൽ ഇൻക്രീസ് ആണ്, അതായത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റ് ഇൻക്രീസ് ആണെങ്കിൽ അതിനെന്ത് പറയും? ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇനി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റ് ഡിക്രീസ് ആണെങ്കിൽ അതെന്താണ്? ഡിക്രിമെൻ്റൽ കോസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇംപ്യൂട്ടഡ് കോസ്റ്റ്. These are costs which appear in cost accounts only. For example, notional rent charged on business premises owned by the proprietor, or interest on capital for which no interest has been paid. അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം കാണുന്ന കോസ്റ്റ്. അതെന്തല്ല? ബിസിനസ്, അതായത് ഓണർ അയാൾ എന്ത് ചെയ്യുന്നില്ല? ബെനിഫിറ്റ് കൈപ്പറ്റുന്നില്ല. കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം വരുന്ന, അതായത് ഫോർ എക്സാമ്പിൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടുമായിരുന്നു? ആ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്? ഇംപ്യൂട്ടഡ് കോസ്റ്റ്. Next one, replacement cost. It refers to the cost of replacing an asset at current market value. When the management considers the replacement of an asset, it has to keep in mind its replacement cost and not the cost at which it was purchased earlier. അതായത് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ്, അതാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഒന്ന് മാറ്റി മറ്റൊന്ന് വാങ്ങാൻ എത്ര എക്സ്പെൻസ് ആണോ അതാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ അസറ്റിന് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്താണോ അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ദിസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ കോസ്റ്റ് വിച്ച് ഇൻവോൾവ്സ് പേയ്മെൻറ്റ് ടു ഔട്ട്സൈഡേഴ്സ്. Examples of out-pocket cost: wages, rent, insurance, etc. Out-of-pocket cost are also known as explicit cost. അപ്പോൾ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന കോസ്റ്റാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ വേജസ്, റെൻറ്റ്, ഇൻഷുറൻസ്, എക്സെട്ര. നെക്സ്റ്റ് വൺ, കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ total cost of converting raw materials into finished goods. It is the aggregate of direct labor cost and overheads. In other words, conversion cost is the factory cost minus direct material cost. അപ്പോൾ കൺവേർഷൻ കോസ്റ്റ്, കൺവേർഷൻ എന്താണ്? ചേഞ്ച് ചെയ്യുന്നത്, അതായത് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. അഗ്രിഗേറ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർഹെഡ്സ് ആണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റും അതേപോലെ തന്നെ ഓവർഹെഡ്സും ചേർന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, സങ്ക് കോസ്റ്റ്. എ സങ്ക് കോസ്റ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഇൻ ദ പാസ്റ്റ് that cannot be changed and over which management no longer has control. Such costs are not relevant for decision making. സങ്ക് കോസ്റ്റ് എന്നത് പാസ്റ്റ് കോസ്റ്റാണ്.
പാസ്റ്റിൽ അത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞ കോസ്റ്റാണ്. ഇത് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കാര്യത്തിൽ അത് സഹായിക്കുന്നില്ല. പിന്നെന്താണ്, അത് ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. എക്സാമ്പിൾ എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പറയാം, അതേപോലെ എക്സ്പെൻസ് ഇൻക്ലൂഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസ്, വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ്, അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, അതൊക്കെ കഴിഞ്ഞ എക്സ്പെൻസാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്, സങ്ക് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റാണ്. ഓക്കെ, താങ്ക്സ്.